സുജയ, വളരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഏറെക്കുറെ ആരോഗ്യകരമായ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ദൂരിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായത്. ഇതിൽ വളരെ പെട്ടെന്നാണ് വിക്രം മിശ്രയ്ക്കെതിരെ തുടർച്ചയായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ സൈബറിടങ്ങളിൽ വരുന്നു. അതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഒരു മന്ത്രി ഈ പത്രസമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ടെററിസ്റ്റുകളുടെ സഹോദരി എന്ന് അർത്ഥം വരുന്ന പ്രയോഗം തന്നെ നടത്തി. അതിനെതിരെ പാർട്ടി എന്തുകൊണ്ടാണ് ഒരു നടപടിയെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആ മന്ത്രി ഇപ്പോഴും തുടരുന്നതെന്നാണ് ചോദ്യം. അത് അധിക്ഷേപത്തിനുള്ള അംഗീകാരമാണോ? അധിക്ഷേപത്തിന് പിന്തുണ നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ ഇക്കാര്യത്തിലെ നടപടികൾ എന്താണ് എന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഒരു തരത്തിലും ഇവിടെ വിജയ് ഷായെ പിന്തുണയ്ക്കുന്ന കുൻവർ വിജയ് ഷായെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം മധ്യപ്രദേശ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് 8 തവണ MLA ആയ ആളാണ്, സർക്കാരിൻ്റെ വളരെ ഡിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിൽ പിന്തുണയ്ക്കാം. പക്ഷേ അങ്ങനെ ഒരു പിന്തുണ BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ മധ്യപ്രദേശ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ കാണുന്നില്ല. ആർക്കും തന്നെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കാരണം കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, ഈ രണ്ടുപേരും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സിന്ദൂരമിട്ട 2 രത്നങ്ങളായി തന്നെയാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് വിക്രം മിശ്രയ്ക്കൊപ്പം അവരെ രണ്ടുപേരെയും ഇടത്തും വലത്തും ഇരുത്തി ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നമ്മുടെ രാജ്യം നടപ്പാക്കിയത്, 1:05 മുതൽ 1:30 വരെയുള്ള സമയത്ത് എന്താണ് നടന്നത് എന്നത് വിശദീകരിക്കുന്നത് മുതൽ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടത്. അത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിനാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അങ്ങനെ ഒരു ആഭ്യന്തര കലാപമായിരുന്നു പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകരർ പഹൽഗാമിലൂടെ ഏപ്രിൽ 22-ന് ലക്ഷ്യമിട്ടത്. കാരണം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് മതം ചോദിച്ച് ഗൺ പോയിന്റിൽ നിർത്തി സഹോദരിമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് 26 പുരുഷന്മാരെ കൊന്നു വീഴ്ത്തിയത്. അത് ഒരേ മതത്തിൽപ്പെട്ട ആളുകളെയാണ് കൊന്നു വീഴ്ത്തിയത്. അപ്പോൾ അതിന് തിരിച്ച് മതം പറഞ്ഞുള്ള ഒരു പരിഹാരത്തിനോ അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു എതിർപ്പിനോ അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു തർക്കത്തിനോ നമ്മുടെ രാജ്യത്ത് ആരും തന്നെ പോയിട്ടില്ല എന്നത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. രാജ്യം ഒന്നിച്ച് നിന്നുകൊണ്ട് ഭീകരതയ്ക്കെതിരായ ഒരു പോരാട്ടം നയിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതേക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി രാജ്യത്തിന്റെ മുഖമായി മാറിയ 2 സ്ത്രീകളിൽ ഒരാളാണ് കേണൽ സോഫിയ ഖുറേഷി. ആ കേണൽ സോഫിയ ഖുറേഷിയെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞ നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ പാഠം പഠിപ്പിക്കാൻ നമ്മൾ അവരുടെ സഹോദരിയെ എന്നുപയോഗിച്ചത് പൂർണ്ണമായും തെറ്റാണ്. അതിനെ ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ച് ഉപയോഗിച്ചിരിക്കുന്നത് ലാംഗ്വേജ് ഓഫ് ദ ഗട്ടേഴ്സ് എന്നാണ്. സിസ്റ്റർ ഓഫ് ടെററിസ്റ്റ് എന്ന് കേണൽ സോഫിയ ഖുറേഷിയെ വിളിച്ചതിനെ അങ്ങനെയാണ് ജബൽപൂർ ബെഞ്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ കുൻവർ വിജയ് ഷാ പറഞ്ഞതിനെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആ 2 പേരും നമ്മുടെ രാജ്യത്തിന് ഒരുപോലെയാണ്. കാരണം അവർ സൈന്യത്തിന്റെ ഭാഗമാണ്, അല്ലാതെ അവരുടെ മതമോ അല്ലെങ്കിൽ അവർ വന്ന കുടുംബമോ ഒന്നുമല്ല. നമ്മുടെ സൈന്യത്തിന്റെ പ്രതീകമാണ്. സൈന്യമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചത്. ആ അഭിമാനം ഉയർത്തിപ്പിടിച്ചതിന്റെ വലിയ സന്തോഷത്തിൽ രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സൈന്യത്തെ അഭിനന്ദിക്കുമ്പോഴാണ് ഈ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി കുൻവർ വിജയ് ഷാ ഇങ്ങനെ പറയുന്നത്. എന്തായാലും വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നതാണ് വിജയ് ഷായുടെ ഭാഗത്ത് നിന്ന് വിശദീകരണമായി കണ്ടത്. മാത്രമല്ല എക്സിൽ വിജയ് ഷാ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത്, വിജയ് ഷാ ഐ എം നോട്ട് ഓൺലി ashamed and saddened by my recent statement which has hurt the sentiments of every community but I also apologize from the bottom of my heart എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു മാപ്പ് പറച്ചിൽ അത് സോഫിയ ഖുറേഷിക്ക്, കേണൽ സോഫിയ ഖുറേഷിക്ക് സ്വീകാര്യമാണോ എന്നതുകൂടി അറിയണം. പോയി മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് എക്സിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സഹോദരിയാണ് സോഫിയ ഖുറേഷി. നേരത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് പറഞ്ഞതിൽ നിന്ന് രാജ്യത്തിന്റെ സഹോദരിയാണെന്ന തിരിച്ചറിവ് വിജയ് ഷായ്ക്ക് ഉണ്ടായതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ തിരിച്ചറിവ് നേരത്തെ ഉണ്ടാകണമായിരുന്നു. ഒരു മന്ത്രിയായിരിക്കുന്ന ഉത്തരവാദിപ്പെട്ട 8 തവണ MLA എന്ന് പറയുമ്പോൾ എത്ര വർഷമായി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അയാൾ. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്തമില്ലാതെ, അതും രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വലിയ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം അതിൽ വിജയിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ നടത്താൻ സാധിച്ചു എന്നതാണ്. അവിടെ അപ്പോൾ സോഫിയ ഖുറേഷിയുടെ മതമല്ലേ വിജയ് ഷാ കണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് വിജയ് ഷാ പറഞ്ഞതിനെ ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ കരുതുന്നില്ല BJP എന്ന പാർട്ടിയോ അല്ല പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ വിജയ് ഷായുടെ ഈ പരാമർശത്തെ എൻഡോഴ്സ് ചെയ്യുമെന്ന് അവർക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഈ വിദ്വേഷ പരാമർശം സംബന്ധിച്ചുള്ള അന്വേഷണം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലടക്കം അപാകതകളുണ്ട് എന്ന് കോടതി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ വിജയ് ഷാ നടത്തിയ ആ കമന്റുകൾ ഒരു സൈന്യത്തെ തന്നെ, അതായത് ഓഫീസറെ മാത്രമല്ല, അതായത് കേണൽ സോഫിയ ഖുറേഷി എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല സൈന്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമന്റാണ് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം കേണൽ സോഫിയ ഖുറേഷി റെപ്രസെന്റ് ചെയ്യുന്നത് സൈന്യത്തെയാണ്.
അതോടൊപ്പം ജസ്റ്റിസ് അതുൽ ശ്രീധരൻ പറഞ്ഞ പോലീസിനോട് നിങ്ങൾ അന്വേഷണം കൃത്യമായി കൊണ്ടുപോയില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കോടതിയുടെ ഉത്തരവനുസരിച്ചാണല്ലോ അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതിൽ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ, ജബൽപൂർ ബെഞ്ചിലെ അതുൽ ശ്രീധരൻ പറയുന്നത്, ടു എൻഫോഴ്സ് ദ ഓർഡർ ഓഫ് ദിസ് കോർട്ട് ഐ വിൽ ബ്രിങ് ഹെൽ ഡൗൺ ഇഫ് നീഡ് ബി എന്നാണ്. അപ്പോൾ അത്ര ശക്തമായി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ച് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരിക്കുന്നയാൾ ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന് FIR റദ്ദാക്കാൻ ചെന്ന വിജയ് ഷായ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും ചോദ്യം കിട്ടിയിട്ടുണ്ട്. FIR റദ്ദാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. പോയി മാപ്പ് പറയൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് ഇപ്പോൾ എന്തായാലും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ തലത്തിൽ എടുക്കേണ്ട നടപടി അങ്ങനെയാണ്. അതിന് വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ വിശദീകരണമായി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്ലിപ്പ് ഓഫ് ടങ് വന്നു പോയതാണ് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വീകാര്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്റെ ആദ്യ പടിയൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രി പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ തീവ്രവാദികളുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറേഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്? ഒരിക്കലുമല്ല. മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിന് പിന്നാലെ പോകുന്നത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ മുസ്ലിം നാമധാരികളാണ് എന്നതുകൊണ്ട്, ഒരു ഓഫീസർ അവർ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അവർ ആ തീവ്രവാദികളുടെ സഹോദരിയാണ് എന്ന് പറയുന്നതിനോട് കേന്ദ്ര സർക്കാരിനോ BJPക്കോ യോജിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മതം ചോദിച്ച് തള്ളിയ ആളുകളെ മതം ചോദിച്ചല്ല, അവരുടെ ഭീകരതയുടെ കേന്ദ്രങ്ങളിൽ പോയി അടിക്കുകയാണ് നമ്മൾ ചെയ്തത്. അത് മതപരമായ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരാമർശമോ നരേന്ദ്രമോദി അടക്കം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആരും തന്നെ നടത്താത്തപ്പോഴാണ് മധ്യപ്രദേശിലെ മന്ത്രിയായ കുൻവർ വിജയ് ഷാ ഇങ്ങനെയൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് പരിപാടി നടക്കുന്നത് അംബേദ്കർ നഗറിൽ, റായ്ക്കുണ്ട വില്ലേജിലെ അംബേദ്കർ നഗറിലെ ഒരു പബ്ലിക് ഇവന്റിലാണ്. ആ പബ്ലിക് ഇവന്റിൽ ഇങ്ങനെ ആവേശം കൊണ്ട് പഹൽഗാം ആക്രമണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്നതാണ് പറയുന്നത്. പലതവണ അദ്ദേഹം മാപ്പ് പറയുകയും പാർട്ടിയെ മാപ്പ് അപേക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും 14-ാം തീയതി കഴിഞ്ഞ ദിവസമാണ് ഈ മാൻപൂർ പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. അതിൽ ഭാരതീയ ന്യായ സംഹിതയുടെ BNSന്റെ 152, 1961B, 1971C ഇത്രയുമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ ആക്ട്സ് എന്ന് പറയുന്നത് നാഷണൽ സോവറിനിറ്റി, പ്രൊമോട്ടിംഗ് എൻമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ രാജ്യത്ത് പഹൽഗാമിലെ ഭീകരർ ചെയ്തതുപോലെയുള്ള സമാനമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അവരൊരു അറ്റാക്കാണ് നടത്തിയതെങ്കിൽ ഇത് വെർബൽ അറ്റാക്കാണ്. അങ്ങനെയുള്ള ഒരു വെർബൽ അറ്റാക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. 8 തവണയൊക്കെ MLA ആയ ഒരാൾ ഈ മന്ത്രി പദവിയിൽ ഇനിയിപ്പോൾ തുടരണോ വേണ്ടയോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി നടപടി തുടങ്ങും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്ന കേസായതിനാൽ അതുകൂടി വന്നതിന് ശേഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനായിരിക്കാം ഒരുപക്ഷെ ചെയ്യാൻ പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് BJP എന്ന പാർട്ടിക്ക് നല്ലത്. അപ്പോൾ ഈ അധിക്ഷേപത്തിന് പിന്തുണയോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല. പാർട്ടിയുടെ പിന്തുണയില്ല, എൻ്റെ പിന്തുണയില്ല. ഓക്കെ. Meet the editors.